രേണുസുതി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കീമോയുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്റെ ശബ്ദം കുറച്ച് അടഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക, രാവിലെ എങ്ങനെ ശബ്ദം മമ്മൂക്കയെ പോലെയാവും എന്നാണ്. ഓക്കെ, അത് കൊണ്ട് നിൽക്കട്ടെ. പക്ഷെ ഇവിടെ രേണുസുതി പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ എണീറ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. രേണുസുതി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? കേൾക്കാം. നമ്മളായിട്ട് ഇനി ഒന്നും പറഞ്ഞെന്ന് വേണ്ട. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. കണ്ടോ, വിവാദമാക്കാനൊന്നും ആഗ്രഹമില്ല, പക്ഷെ ചെക്കനെ വലിച്ചു കീറാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പയ്യന്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി കുറെ വീഡിയോസ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അവൻ ശരീര പ്രദർശനം ഒന്നും കാണിച്ചിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കുന്നത്. അവൻ മാന്യമായി അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനി വല്ല ഇല്ലീഗൽ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം, അല്ല മദ്യത്തെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അല്ലാത്ത പക്ഷം അവൻ ഇപ്പൊ നല്ല രീതിയിലാണ് വീട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ രേണു പറഞ്ഞത് കേട്ടില്ലേ? രേണു അങ്ങ് വലിച്ച് കീറടേ, വിവാദമാക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന വീഡിയോ ആണ്. രേണുസുധിയുടെ വീഡിയോ എങ്ങനെയാ തുടങ്ങുന്നത്? കീമോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോന്റെ ഹെഡിങ് കാര്യങ്ങളൊക്കെ, തമ്പനയിലും കാര്യങ്ങളൊക്കെ. പക്ഷെ വീഡിയോന്റെ തുടക്കത്തിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ഈ ഭാഗം ആ വീഡിയോന്റെ ഏറ്റവും അവസാനം കാണിക്കുന്ന ഭാഗമാണ്. അതായത് വെൽ എഡിറ്റഡ് ആയിട്ട് ഹൈലൈറ്റ് പോലും വീഡിയോയിൽ കുത്തി കയറ്റിയിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ആളെ വെച്ച്, ക്യാമറ ചെയ്യാനൊക്കെ ആളെ വെച്ച് അല്ല വൃത്തിക്ക് ചെയ്ത പരിപാടിയാണ് ഇത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് രേണുവിന്റെ വീഡിയോസ് കാണുന്ന ആളുകൾ എന്ന നിലയ്ക്ക് രേണുവിന്റെ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറില്ല. അതായത് ആളുകൾ കൂടുതൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ ഭാഗം ഏറ്റവും മുന്നിൽ കൊണ്ടുപോയിടണം. ഞാൻ കാര്യമായിട്ട് അറിയണം, 7-8 മിനിറ്റുള്ള വീഡിയോയിൽ ഏറ്റവും അവസാനം പറയുന്ന ഭാഗമാണ് നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥം അത് മാർക്കറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ആ വീഡിയോക്ക് ഉണ്ട്. ഇപ്പൊ രേണു പറഞ്ഞല്ലോ, വിവാദമാക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന്. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു കാര്യം ഞാൻ വിളിച്ചു കൂവാറില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. കിച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു വീഡിയോ ആണ്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു മിഠായി കൊണ്ടാണ് കുറെ നേരമായിട്ട് നമ്മുടെ അടുത്ത് ഞാൻ എടുക്കട്ടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഒരു മിഠായി ഉണ്ടോ ഇത് ഏതാണ് കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മ 200 രൂപ. ആ പാവപ്പെട്ട മനുഷ്യന് അതെന്താണ് മിഠായി, ഏതാ കമ്പനി എന്ന് അറിയില്ല, എന്നിട്ട് പോലും അവൻ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്താ കുഴപ്പം എന്നറിയോ? അവന്റെ വീഡിയോന്റെ അടിയിൽ ഫുള്ള് നെഗറ്റീവ്. പോസിറ്റീവിനേക്കാൾ കൂടുതൽ കുറച്ച് കൊട്ടേഷൻ എടുത്തതുപോലെ ആളുകൾ വന്നിട്ട് നീ അമ്മയെ പോയി കാണടാ, അങ്ങനെയാക്കടാ, ഇങ്ങനെയാക്കടാ. അതുകൂടാതെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിനടിയിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നുണ്ട്. ഇപ്പൊ കിച്ചു എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്നുള്ളത് പേഴ്സണൽ ആയിട്ട് എനിക്കറിയില്ല. നമുക്ക് ആർക്കെങ്കിലും അറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ കിച്ചു പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നത് കേട്ടോ. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്തിനു പറയുന്നു? ഏറ്റവും അവസാനം ഞാൻ ഇന്ന് തുറന്നു പറയാം. ഏറ്റവും അവസാനം കിച്ചു അവന് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സഹി കേട്ടിട്ടാണ്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ നാണക്കേട് കാരണമാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ സ്ത്രീ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നു. അതാ വൾഗറായിട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കുന്നു, വായ കൊണ്ട് കാണിച്ചു കൂട്ടുന്നു, അസുഖം വന്ന ഭാഗം കൊണ്ടും ഇപ്പോഴല്ല അന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെ ഓരോന്നായി പുറത്തു വന്നപ്പോ ജനങ്ങള് വളരെ മോശപ്പെട്ട രീതിയിൽ അത് സംസാരിക്കാൻ തുടങ്ങിയപ്പോ കിച്ചു എന്ന് പറയുന്ന പയ്യന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ നാണക്കേടുണ്ടായി. ഈ നാണക്കേടുണ്ടായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പയ്യൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. ആ കാറിനകത്ത് വിതുമ്പി കരഞ്ഞുകൊണ്ട് ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിങ്ങൾ എല്ലാവരും അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത്, സ്നേഹത്തോടു കൂടി സംസാരിച്ചതൊക്കെ ഞാൻ ആ കമന്റ് ബോക്സിൽ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോയിൽ ഒരു നെഗറ്റീവ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒറ്റയടിക്ക് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. രേണുവിന് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അവനെ വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ വീഡിയോയിൽ വെൽ എഡിറ്റഡ് ആയിട്ട് വീഡിയോ ഹൈലൈറ്റ് പോലും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. കിച്ചു 11 വയസ്സ് മുതൽ ഞാൻ അവനെ നോക്കിയതാ, പക്ഷെ അവനെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളത്. ഇനി നമുക്ക് രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടാ ഇനി നിങ്ങൾ കേട്ടാ മതി. എന്തുവാകട്ടെ, കിടക്കുമ്പത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്റെ റൂമില് വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എന്റെ വീട്ടിൽ, എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ, എന്റെ അമ്മ, എന്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോ ഓടി വരും അവര്. കേട്ടില്ലേ? വീട്ടിലത്തെ ആളുകളൊക്കെ തന്നെയാണ് ഓടി വരാനുള്ളത്. അല്ലാതെ
നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആളുകളൊന്നും ഓടി വരാനുണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അയൽവാസികളെ നമ്മൾ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആരെയൊക്കെ വെറുപ്പിച്ചു എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് അച്ഛനുണ്ട്. അദ്ദേഹം ദൈവമാർഗം സ്വീകരിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും ചേർത്ത് വെക്കും. എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, വെറുപ്പിന്റെ അങ്ങേയറ്റം പല ആളുകൾക്ക് ഇട്ടുകൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കൂടെയുള്ളവരെ വെറുപ്പിച്ചാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ഒന്നും നോക്കില്ല, അദ്ദേഹം വിളിച്ചാൽ ഓടി വരും, വിളിച്ചില്ലെങ്കിൽ ഓടി വരും. അതാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യത്വം എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആയിരം ആയിരം ദൂതസൈന്യൻ ആമോദമോടെ പാടുന്നു, അതിൽ നടുവിൽ ഞാൻ തിരമിടമീട്ടി ആത്മീയ ഗീതങ്ങൾ പാടി പാടി ഞാൻ. ആശകളിൽ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. വസീകര എന്ന പാട്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? വസീകര നെഞ്ചിലിത. അതാണ്. പാടാനൊന്നും ഒരു കുഴപ്പമില്ല, പാടാലെ വൃത്തിയിൽ പാടാനും കഴിയും. പക്ഷെ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പാട്ട് പാടുന്ന ഒരുപാട്, ഇപ്പൊ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി തന്നെ അങ്ങനെ പാട്ട് പാടാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ശരീരം ഇറച്ചി പാടുന്നത്, പാടുമ്പോൾ അവരത് കൺട്രോൾ ചെയ്ത് പാടാൻ അവരെ കൊണ്ട് കഴിയാറുണ്ട്. ഈ വിഷയത്തിലും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നന്നായി ചെയ്യാൻ അറിയാം അല്ലേ? അപ്പോ പക്ഷെ അത് വേണ്ട. ഇതാണ് യൂട്യൂബിന്റെ അൽഗോരിതം, ഇതാണ് ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം. അതറിയാം. അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും അസുഖം മാറട്ടെ, ദൈവകൃപ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് ദൈവവിശ്വാസം കൂടിയിട്ടുണ്ട്. മനുഷ്യന്മാർ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് ലയിച്ച് ചേരുന്നത് എന്നുള്ളതാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ താൻ പാതിയിൽ ദൈവം പാതി ഉണ്ടെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ പലതും ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കിച്ചു വന്നില്ല എന്ന് പറയുന്നില്ലേ, അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു വകതിരിവ് ദൈവം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ അത് മനസ്സിലാക്കും. അത്രേ പറയുന്നുള്ളൂ. ഫസ്റ്റ് കീമോ എന്ന് പറയുമ്പം കീമോ എന്ന് ഞാൻ കേട്ടിട്ടുള്ളതല്ല, നമുക്ക് അനുഭവിച്ചിട്ടില്ല നമ്മൾ ഇന്ന് വരെ. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ക്യാൻസർ, സത്യം പറഞ്ഞ ക്യാൻസറിനെ എനിക്ക് പേടിയില്ല. പക്ഷെ ഈ അവസ്ഥ, ഈ വേദന, എന്റെ കുഞ്ഞ്, എന്റെ വീട്ടുകാര്, എന്റെ ചേച്ചി ചേട്ടൻ, എന്റെ സഹോദരങ്ങള്, എനിക്ക് ചുറ്റും നല്ല കുറച്ച് ആൾക്കാര്, എക്സ്പെഷ്യലി കരീഷ്മ, എന്റെ ചേച്ചി, കുറച്ചു പേരുണ്ട്, എന്റെ ചേട്ടാപ്പി, സച്ചു, എനിക്ക് പേര് പറഞ്ഞാലാണ് പപ്പ, അമ്മ, ഋതപ്പൻ, ലുതിയ, മലം, ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഓക്കെ, ഈ വേദന സഹിക്കാൻ ആദ്യമേ കഴിയില്ലായിരുന്നുവെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നു കാര്യങ്ങൾ അല്ലെ. 15 വയസ്സിൽ അസുഖം കണ്ടെത്തുന്നു, അതിനിടയിൽ എപ്പോഴോ കണ്ടെത്തി എന്ന് പറയുന്നു. കൃത്യമായി ആ സമയത്ത് ചികിത്സിച്ചിരുന്നെങ്കിൽ ഈ സ്നേഹത്തിന് ഒരു വാല്യൂ കുറച്ച് കൂടുതൽ കിട്ടിയാനെ. ഇപ്പൊ അവരെയും കൂടി കഷ്ടപ്പെടുത്തുന്നു, അവർ പോലും സങ്കടപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതൊക്കെ രേണുസുതി തന്നെ ഇന്റർവ്യൂയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. മുൻകൂട്ടി അറിയാം, മുന്നേ അറിഞ്ഞു, ഡോക്ടർ അത് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാനത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഇപ്പൊ യൂട്യൂബർമാർ ഇത് പുറത്തിട്ടു, ആ സമയത്ത് പോലും ഇവർ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഇല്ല, നുണയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോൾ അവരുടനെ തന്നെ ആ ഒരു കാര്യം അങ്ങ് എടുത്തിട്ടു. പക്ഷെ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് അവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട്. ചെറിയ റീച്ച് ഒന്നുമല്ല, വലിയ റീച്ച് ഉണ്ട്. അതിലൂടെ അവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടിയ പൈസയുണ്ട്. അത്യാവശ്യം നല്ല ലക്ഷങ്ങളോടോ, 7-8 ലക്ഷം റുപ്യ ഉണ്ട്. ഈ കീമോ തുടങ്ങുന്ന സമയത്ത് ഓരോ കീമോക്ക് മുൻപ് കാലിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കും. അത്ര ഈ ഇഞ്ചക്ഷന് ലക്ഷങ്ങൾ വില ഉണ്ടെന്നാ പറയുന്നത്. ഈ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്ന 7.5 ലക്ഷം, യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ട്, അതിലും അത്യാവശ്യം ലക്ഷങ്ങൾ തന്നെ അതിലും കിട്ടും. പിന്നെ ആരൊക്കെ സഹായിച്ച പൈസ, ഇനിയും സഹായങ്ങൾ ലഭിക്കും. തീർച്ചയായിട്ടും പണം ഉണ്ടാവും. വേദന നമ്മൾ തന്നെ സഹിക്കണം എന്നുള്ളതാണ്. ഇവിടെ വേദനയും സഹിക്കണം, പൈസ ഇല്ലാത്ത പാവങ്ങളുണ്ട്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ക്യാൻസർ വാർഡിൽ കയറിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആ ക്യാൻസർ വാർഡിൽ കയറിയ സമയത്തെ ആ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. പക്ഷെ പാവങ്ങളെ നമുക്ക് ആരും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ എന്നെ ഈ കുറ്റം പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ അറ്റൻഡേഴ്സ് പറഞ്ഞതാ, ഞങ്ങൾ എന്ത് വന്നാലേ
ക്യാൻസർ രോഗികളുടെ ബൈസ്റ്റാൻസേഴ്സ് അങ്ങനല്ലേ പറയുന്നത്, അവരോട് ഞങ്ങൾ മാറി നിൽക്കാൻ പറയത്തില്ല. കാരണം ഈ ഒരു ക്യാൻസർ വാർഡില് ഞങ്ങൾ അവരെ ഒന്നും വേറെ ജസ്റ്റ് എങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയത്തില്ല. വഴക്കല്ല, മാറി നിൽക്ക്, രണ്ടുപേര് നിൽക്കുക, ഒരു ഞങ്ങൾ പറയത്തില്ല. കാരണം അതാണ് ക്യാൻസർ രോഗം. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ അത് അറിയത്തില്ല. ഇന്നലെ ഞാൻ അത് അനുഭവിച്ചു. ഞാൻ ഇന്നലെ ക്യാൻസർ വാർഡിൽ ചെന്നു. നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. ഒരു നിമിഷം മതി നമുക്ക് രോഗം വരാം. പക്ഷെ ദൈവത്തെ ഓർത്ത് ആർക്കും ഈ രോഗം വരുത്തരുതേ എന്ന് മാത്രമേ ഉള്ള പ്രാർത്ഥന. എന്റെ ശത്രുക്കൾക്ക് പോലും, പിതാവേ, എന്റെ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരുത്തരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയ ദൈവത്തെ എവിടെ ചെന്നാലും, ഷൂട്ടാണേലും എനിക്ക് ഇനിയും കിട്ടുന്ന എന്ത് പ്രോഗ്രാം ആണേലും ദൈവത്തെ ഒരു നിമിഷം മഹത്വപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാൽ, ഈ ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ, ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിന്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്ക് അറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അവർ ചിലപ്പോൾ സന്തോഷിക്കാൻ കയറുന്ന സമയത്ത് കോപ്രായത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയിൽ ചിലപ്പോൾ തെറി കമന്റ് വരും. വേണമെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പരമാവധി ബുദ്ധിയുള്ള ആളുകൾ അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്നാ വിചാരിക്കുക. പക്ഷെ എടുത്തെടുത്ത് അതിന് റിയാക്ട് ചെയ്തിരുന്നു നിങ്ങൾ, അല്ലെ, കമന്റിന് മറുപടി കൊടുത്തിരുന്നു. നിങ്ങൾ അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പയ്യനുണ്ടായ നാണക്കേട് അതൊരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പൊ ഋതുപ്പനൊക്കെ വളർന്ന് വലുതാവട്ടെ, ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ പയ്യനും അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അന്ന് രജിത് കുമാർ സാർ പറഞ്ഞൊരു വാക്ക് ഉണ്ടല്ലോ, ആളുകളുടെ പ്രാക്ക് ക്യാൻസർ പോലും ആകും എന്നാണ് രജിത് കുമാർ സാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ആരും തള്ളി കളയുന്നില്ല കേട്ടോ. ആ വീഡിയോയിലൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. കാരണം രജിത് കുമാർ മുൻകൂട്ടി അത് കണ്ടിരുന്നോ എന്നൊരു ഡൗട്ട് പോലെ അദ്ദേഹം പറഞ്ഞു. ഏതോ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത്, അല്ലെ? അന്നൊന്നും രേണുവിന് ഇത്തരം അസുഖങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി കിച്ചുവിനെ കുറിച്ച് പറയുന്ന ഈ വാക്ക് കേൾക്കാം. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. നിങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ വിവാദമാകണമെങ്കിൽ, ആവരുതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടല്ലേ ഇടുന്നത്? ഇഷ്ടം പോലെ ആളുകൾ ഇത് റിയാക്ട് ചെയ്യില്ലേ? ആ പയ്യൻ ഓൾറെഡി ഇപ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചവിട്ടി താഴ്ത്താൻ ഇത് ഉപകാരപ്പെടുള്ളൂ. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ. അവൻ ഫണ്ട് ഉണ്ടാക്കണ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ അവനുണ്ടായ അനുഭവങ്ങൾ അവൻ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് നുണയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനും ഒരു കാരണമുണ്ട് കേട്ടോ. എല്ലാത്തിനും കാരണങ്ങൾ വേണമല്ലോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇന്റർവ്യൂ വരുമ്പോൾ അത് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നുണകളായിട്ട് തോന്നിയിട്ടില്ല. അവൻ ലഹരിയിൽ പോയി വീണ കഥ കറക്റ്റ് വിളിച്ചു പറഞ്ഞ ആളാ. അതായത് ഒരു തെറ്റാണ് സംഭവിച്ചത് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അന്ന് എന്ത് പറഞ്ഞാലും നുണ പറഞ്ഞിട്ട് അതിനെ മറിഞ്ഞു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഒരുപാട് നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം പണി കിട്ടും എന്നുള്ളതാണ്. ആ പണി ദൈവം തമ്പുരാൻ തരും. ദൈവം തന്നെയാണ് നമ്മളെ പരീക്ഷിക്കുന്നത്, അല്ലെ? എന്തിനാണ് നാഥ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ തമാശക്ക് പറയുന്നതാണ്. അല്ല, നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവങ്ങളാണ്. വിശ്വാസികളായ ആളുകളോടാട്ടാ പറയുന്നത്. വിശ്വാസികളല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നിയേക്കാം. രേണുവിന് കുറച്ച് വിശ്വാസം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ദൈവത്തെ വിളിക്കുന്ന പറയുന്നത്. ഇതൊക്കെ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ വിളിക്കുന്നതും പറയുന്നതൊക്കെയാണെന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വാസം മാത്രമല്ല, കുറച്ച് ഭയം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ പ്രഹസനങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത രേണുസുതിക്ക് ഒരു സല്യൂട്ടും. അതോടൊപ്പം തന്നെ രേണുവിന്റെ അസുഖം മാറാൻ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊള്ളാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ.